അസ്സലാമു അലൈക്കും. ഞാൻ ജുമാന ഖാദ്രി. അബുദാബിയിൽ അൽവഹദ മോളിൽ ജുമാന റെസ്റ്റോറൻറ്റ് നടത്തുന്നു. ജനിച്ചതും വളർന്നതെല്ലാം കണ്ണൂർ പഴയങ്ങാടിയാണ്. പഴയങ്ങാടി സ്വദേശിനിയാണ്. പഠിച്ചൊക്കെ കുട്ടിക്കാലത്തൊക്കെ കണ്ണൂർ പഴയങ്ങാടി തന്നെയായിരുന്നു. കണ്ണൂരിൽ സെൻറ്റ് റിസസിലാണ് പഠിച്ചത്. പിന്നെ വിദ്യാഭ്യാസം എൻജിനീയറിംഗ് ആണ്. അപ്പോൾ എൻജിനീയറിംഗ് ചെയ്തത് കോഴിക്കോടാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രോഗ്രാംസും ചെറിയ പ്രോഗ്രാംസും കുക്കറി ഷോസൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 8th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയ ടെലിവിഷൻ ഷോസൊക്കെ ചെയ്തു. പിന്നെ 9th 10th പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലെവൽ വിന്നറായപ്പം ചെറുതായിട്ടൊന്നത് കുക്കറി ഷോയിലേക്കൊക്കെ മാറി. എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു മനസ്സിൽ, പുറത്തെവിടെയെങ്കിലും ഒരു മൾട്ടി ടേസ്റ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ സ്ഥലത്തുള്ള വ്യത്യസ്ത രുചികൾ എത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ളത്. അത് പിന്നെ വിവാഹത്തിന് ശേഷമാണെങ്കിൽ കുറച്ച് പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പം, ഇപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ അവരുടേതായ കുറച്ച് യുണീക്ക് റെസിപ്പീസ് നമ്മൾ കഴിക്കുമ്പം ഇതെങ്ങനെ നമുക്കും നമ്മുടെ ടേസ്റ്റിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ചെറിയ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ശരിക്കും പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കോൺസെപ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് എന്നൊരു ആശയത്തിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വളരെ എന്താ പറയുക, ചെറുപ്പത്തിൽ തന്നെ കുക്കിങ്ങിനോട് വലിയൊരു പാഷനായിരുന്നു. എന്നെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, കാരണം ഭക്ഷണം കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഭക്ഷണം എന്ത് കിട്ടിയാലും എന്താണ് ഇതിലെ മെയിൻ ചേരുവ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് സ്വന്തം ലിമിറ്റേഷൻസും ഉണ്ട്. ചില ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല, ചില ടേസ്റ്റ് ഭയങ്കര കൂടുതൽ ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പം ഇതിൽ നമുക്കായിട്ട് എന്ത് ടേസ്റ്റ് ചേർക്കാൻ പറ്റുന്ന ഏതൊരു വിഭവം കഴിക്കുമ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെ ആലോചിച്ചിപ്പം ഞാൻ നേരത്തെ ഒരു കോമ്പറ്റീഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കോമ്പറ്റീഷനാണെങ്കിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യാൻ എപ്പോഴും നോക്കലുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഹെൽത്തി കുക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലുള്ള കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അതിൽ കുറച്ച് ചെറിയ വെറൈറ്റീസ്, നമ്മൾ ഈർക്കിൾ കൊണ്ടുള്ള കറിയും കൊടിത്തൂവ കൊണ്ടുള്ള വറവ് ഉപ്പേരിയൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ടൈമിലാണ് ചെറിയൊരു ആർട്ടിക്കിൾ, ഒരു മീഡിയ കവറേജ് വന്നത്. അപ്പോൾ ആ കവറേജ് വഴി ഒരു സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് ഫെസ്റ്റ് ചെയ്യാനുണ്ടായതാണ് ഫസ്റ്റ് എൻ്റെ ഒരു ഹോട്ടൽ എക്സ്പീരിയൻസ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ 10th സ്റ്റാൻഡേർഡിൻ്റെ എക്സാം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ടൈമിലാണ് ഷെഫ് വീട്ടിലേക്ക് വന്ന് ക്ഷണിച്ചത്. ഇങ്ങനെ നമുക്കൊരു ഫുഡ് ഫെസ്റ്റ് നടത്താൻ താല്പര്യമുണ്ട്, അപ്പം ജുമാനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ നടക്കും. അപ്പോൾ എനിക്ക് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു സ്റ്റാർ ഹോട്ടലിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പോകുന്നത്. അത് നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ എനിക്കൊരു വേണോ വേണ്ടയോ എന്നുള്ളൊരു ഇതായി. രണ്ടും കൽപ്പിച്ച് നോക്കി, അങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പോയി. അവിടെ പോയപ്പോഴാണ് ശരിക്കും നമ്മുടെ വീട്ടിലെ കുക്കിങ്ങും ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിലുള്ള കുക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായത്. അപ്പോൾ ആൾക്കാർ, ഒരു ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഭക്ഷണ ടേസ്റ്റിലേക്ക് അല്ലെങ്കിൽ രുചിയിലേക്ക് നേരിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നോർത്ത് ഇന്ത്യൻസ്, പഞ്ചാബീസ്, അപ്പോൾ അവരിങ്ങനെ വന്ന് ഇത് നമ്മുടെ ഈ ഫുഡ് മലബാർ ഫുഡാണെങ്കിൽ പോലും നമ്മുടെ ടേസ്റ്റായിട്ട് വളരെ സിമിലർ ആണെന്നൊക്കെ പറയുമ്പം പതുക്കെ ഇങ്ങനെ ഫുഡ് ഹിസ്റ്ററിയിലേക്കൊക്കെ ഒന്ന് താല്പര്യം തോന്നി. കോഴ്സ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് UAE വന്നതാണ്. അബുദാബിയിലാണ് ഹസ്ബൻഡ് ബേസ്ഡ്. അപ്പോൾ അബുദാബിയിലേക്ക് വന്ന് അബുദാബിയിൽ സെറ്റിലായി. അപ്പോൾ എല്ലാവരെയും പോലെ ജോലിയൊക്കെ അന്വേഷിക്കുന്ന നേരത്തെ തന്നെ ഉള്ളിലിങ്ങനെ ഒരു ചെറിയൊരു മോഹം ഉണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റ് മോഹം ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 വർഷം വർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് എനിക്ക് പരിചയത്തിലുള്ളൊരു ആളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം വർക്ക് ചെയ്യലൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരേപോലെ, രാവിലെ ആവുന്നു ജോലിക്ക് പോകുന്നു, വൈകുന്നേരം ആവുന്നു തിരിച്ചു വരുന്നു, വളരെ ഒരു റിപ്പിറ്റേഷനാണ്, എന്തെങ്കിലുമൊക്കെ ഒരു ത്രില്ലിന് ചെയ്യണ്ടേന്ന് പറഞ്ഞാണ്. പക്ഷെ ഞാൻ അന്നേരം ഓർത്തില്ല ഇത്രയും വലിയൊരു ത്രില്ലാണ്, വലിയൊരു റിസ്ക്കാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള. അപ്പോൾ ആളിങ്ങനെ വെറുതെ ഒന്ന് സജസ്റ്റ് ചെയ്തു. അപ്പം അവർ ബിസിനസ്സിലുള്ള ആൾക്കാരായിരുന്നു. അപ്പം ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇരുന്ന് സംസാരിച്ചപ്പം ഒരു കോൺസെപ്റ്റ് തോന്നിയതാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റിലേക്ക് കുറച്ച് ഫ്യൂഷൻ റെസിപ്പീസും കുറച്ച് സിഗ്നേച്ചർ ഡിഷസും ആയിട്ടൊരു കോൺസെപ്റ്റിലേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു ഐഡിയയിൽ. അപ്പോൾ ഇതിന് പറ്റിയ ഒരു ലൊക്കേഷൻ എന്താണ് ശരിക്കും നമ്മളൊരു 6 മാസത്തോളം ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയത് പല ഡിഫറെൻറ്റ് വെറൈറ്റി അല്ലെങ്കിൽ ക്യൂസീൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ മൾട്ടി നാഷണൽസിന് നമ്മുടെ ക്യൂസീനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് പുറത്തൊരു ഔട്ട്സ്കേർട്സിലൊരു സിംഗിൾ റെസ്റ്റോറൻറ്റിനെക്കാട്ടും നമ്മളൊരു ഫുഡ് കോർട്ടിൽ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. അങ്ങനെ ഫുഡ് കോർട്ടിലേക്ക് കയറി, അങ്ങനെ ജുമാനേനെ ഒരു ബ്രാൻഡാക്കി. അൽഹംദുലില്ലാഹ്
2 മക്കളാണ്. മക്കളുടെ കാര്യത്തിലൊക്കെ എൻ്റെ പാരൻസ് കൂടെ ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ പറ്റുന്നുണ്ട്. എന്നാൽ പോലും ഒരു നോക്ക് എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും മക്കളുടെ കാര്യം ഒരു പ്രയോറിറ്റിയിൽ വെക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഫാമിലീൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നമ്മൾ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ടൈം ഒന്നുകൂടി ഒന്ന് ടൈം മാനേജ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടൈമിൽ കുറച്ച് ചെറിയ ഇപ്പോഴത്തെ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സസ് പോലും അത്രയും ബൂമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം രാവിലെ തൊട്ട് ഇപ്പം നമുക്കൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേജുണ്ട്. പേജിലുള്ള റിക്വസ്റ്റിൽ അല്ലെങ്കിൽ പേജിലുള്ള മെസ്സേജസിൽ എത്രയോ ലേഡീസ് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നതും വീട്ടിലിരുന്ന് ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യുന്നത്, ജ്വല്ലറി ചെയ്യുന്നത്, ചുരിദാർ ബിസിനസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഓരോ ദിവസവും ഇങ്ങനെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. ശരിക്കും ആൾക്കാർക്ക് വിരൽത്തുമ്പിലാണ് പർച്ചേസ്. ഇപ്പം പുറത്ത് പോകാൻ മടിയായ ഒരു കാലമായിട്ടുണ്ട്. ഫുഡ് ഓൺ ക്ലിക്ക് അതുപോലത്തെ സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് പോലും അറ്റ് എ ക്ലിക്കാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം ആകുമ്പം ശരിക്കും നമുക്കൊന്നും ഒരു ഹിൻഡ്രൻസ് അല്ല. ഫാമിലിയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഒരു വീടോ ഒന്നും നമുക്കൊരു തടസ്സമല്ല. നമുക്കുള്ള ഒരു മിനിറ്റ് ആണെങ്കിലും 1 മണിക്കൂറാണെങ്കിലും 1 ദിവസമാണെങ്കിലും ശരിക്കും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്കിനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് നമുക്കൊരു ബിസിനസ് ആയിട്ട് വേണ്ട, അല്ല ചെറിയൊരു ടൈം പാസ് ആണെങ്കിൽ അതും എഴുതാനാണെങ്കിലും ചെറിയ തോതിൽ എഴുതുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം എഴുതാനാണെങ്കിലും അല്ലെങ്കിൽ കുക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മളുടേതായ ഒരു ഇൻട്രസ്റ്റ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ലൈഫ് വിൽ ബി മോർ കളർഫുൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒരു വാല്യൂ ഉള്ള ഒരു ഫീൽ ഉണ്ടാവും. നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മൾ എത്രയോ ചെയ്തിട്ടുണ്ടാകും. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഉമ്മ എന്നുള്ളൊരു റോൾ, ഒരു മദർ എന്നുള്ള റോളാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ എന്നാൽ കൂടിയും നമ്മൾക്കുള്ളിൽ ഒരു കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. വളരെ ചെറിയൊരു എഫേർട്ട് എന്തെങ്കിലും ഇട്ടാൽ ആ ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി തീർച്ചയായിട്ടും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് നോക്കണം. പക്ഷേ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉമ്മ എന്നുള്ള റോള്, വൈഫ് എന്നുള്ള റോള്, അല്ലെങ്കിൽ മദർ എന്നുള്ള റോള്, വൈഫ് എന്നുള്ള റോള്, മകൾ എന്നുള്ള റോള്, ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വാല്യൂ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും എന്നും കരുതുന്നു. ശരിക്കും ഒരു വർക്കിംഗ് വിമൻ ഒരു ബിസിനസ് വിമനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. കാരണം വെച്ചാൽ നമ്മളൊരു പ്രത്യേക ടൈമിൽ രാവിലെ ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഇതൊരു 24 hour വർക്കിംഗ് പോലെയാണ്. നമ്മുടെ മൈൻഡ് എപ്പോഴും ഇവിടെയാണ്. ഇപ്പം കുറച്ച് എന്താണ് അതിലുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ പറയണ ഒരു പുതിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നിടത്തു നിന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയില്ല ആൾക്കാർ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ മൾട്ടി നാഷണൽസിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ ക്രൗഡിനെ അട്രാക്റ്റ് ചെയ്യണോ, അതൊരു എപ്പോഴും ഒരു അപ്പുറത്തും ഇപ്പുറത്തും അല്ലാത്തൊരു ടെൻഷനാണ്. അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു പ്രഷർ വരുന്ന ടൈം ഫസ്റ്റ് ഒരു 2-3 months ആണ്. നമ്മളതൊന്ന് ട്രാക്കിലേക്ക് ആവുന്ന ആ ഒരു ടൈം നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും വലിയൊരു പണി എന്തിനാണ് എടുത്ത് വെച്ചത് എന്ന് തോന്നും. കാരണം അത്രയും നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആയിരിക്കും. ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ 48 മണിക്കൂർ ജോലി ചെയ്യുന്നൊരു ഫീലാണ് ഉണ്ടാവുന്നത്. പക്ഷെ അത് കഴിഞ്ഞൊരു 3 മാസമായി അതിങ്ങനെ ലാഭത്തിലേക്ക് കയറുമ്പോഴുള്ള ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ലാഭം വരുമ്പോഴുള്ള ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. കാരണം അപ്പോൾ നമ്മൾ ചെയ്ത ഒരു എഫേർട്ടിന് ഒരു വലിയ റിട്ടേൺസ് കിട്ടുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴുള്ള സന്തോഷം അതിലും കൂടുതലാണ്. ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ഇപ്പം ഒരേ ഭക്ഷണം 10 പേര് കഴിച്ചാൽ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 8 പേർക്കായിരിക്കും അത് നല്ല ഫുഡ് എന്നുള്ള ഒരു ഇഷ്ടം തോന്നൽ. 2 പേരുടെ ഫ്ലേവർ എങ്ങനെ വന്നാലും ചെറിയൊരു വ്യത്യാസം. അതൊരു നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് ചെറിയൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. ചിലർക്ക് ഒരു ഇത്തിരി കൂടുതൽ വേണ്ട വരും, ഇത്തിരി കുറവ് വേണ്ടി വരും എന്നുള്ള ആൾക്കാർ. പിന്നെ വേറൊരു ഏറ്റവും വലിയ പ്ലഷർ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഈ പാർട്ടീസ് വരുമ്പോഴും. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് പാർട്ടീസ് ആണെങ്കിൽ മിക്കപ്പോഴും ഞാൻ തന്നെയാണ് മെനു പ്ലാൻ ചെയ്ത് കൊടുക്കൽ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിലുള്ളൊരു ത്രില്ല് കാരണം. ഇപ്പം ചെറിയ മക്കളുടെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ ആണെങ്കിൽ അതിൻ്റെ തീമിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെനു. ഇപ്പം ഒരു ബിസിനസ് പാർട്ടിയാണ്, ബാങ്ക്വേസ് ആണെങ്കിൽ നമ്മൾ ബാങ്ക്വേസും പാർട്ടീസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന ഒരു മെനു, ഒരു മൾട്ടി ക്യൂസീൻ വേണമെങ്കിൽ ആ രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അത് സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ ഒരു പണിയാണ്. അവരുടെ ഒരു ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ഫ്ലേവർ എന്താണ്, നമ്മുടെ റെസ്റ്റോറൻറ്റിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഡെലിവർ ചെയ്ത ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ എന്താണ്, അതിന് ഏറ്റവും ഒരു എന്താ പറയുക ഒരു സ്റ്റാർ ഹോട്ടൽ ലെവലിൽ നമുക്ക് അവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ട് അവർക്ക് ഫീൽ ചെയ്യിക്കൽ എങ്ങനെയാണ് എന്നുള്ളത് ശരിക്കും ഒരു ടഫസ്റ്റ് പാർട്ട് ആണെങ്കിൽ കൂടിയും ആ പാർട്ടി കഴിഞ്ഞ് ആ പാർട്ടീൻ്റെ ആൾക്കാർ വിളിച്ചൊരു താങ്ക്സും സന്തോഷവും പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് ഈ ബർത്ത്ഡേസ് ചെറിയ പാർട്ടീസിനെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യാറ്. അത്രയും അവരുടെ ഒരു മനസ്സിന്ന്, പാരൻസിൻ്റെ മനസ്സെന്നുള്ള താങ്ക് യു, ദ ഫുഡ് വാസ് എക്സലൻറ്റ് എന്ന് പറയുമ്പോഴുള്ള സന്തോഷമാണ് എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് ബിസിനസ് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്.
ഇവിടുത്തെ ഒരു ആക്സസിബിലിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ ആൾക്കാർക്ക് ഈ ഏരിയയിൽ നിന്ന് മാത്രം വരാൻ പറ്റുന്നുള്ളൂ, കുറച്ച് വിട്ടിട്ട് നമുക്ക് കുറച്ചും കൂടി ഐസൊലേറ്റഡ് ആയിട്ട് ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ അത്രയും എൻക്വയറീസിൽ നമ്മൾ കുറച്ചും കൂടി എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വിത്തിൻ അബുദാബി. അതുപോലെ തന്നെ ദുബായിൽ നിന്ന് ഒരുപാട് പേര് ഈവൻ കുറച്ച് സെലിബ്രിറ്റീസ് ആണെങ്കിലും വന്ന് കഴിച്ചിട്ട് നിങ്ങളെന്താ ദുബായിൽ തുടങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഫുഡിനെ പറ്റി നല്ല നല്ല റിവ്യൂ കിട്ടും അല്ലെങ്കിൽ നല്ല നല്ല കാര്യം പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് കംപ്ലയിൻറ്റ്സ് കിട്ടാറുണ്ട്, ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ അതിപ്പോൾ നമ്മൾ 10 പേര് കഴിക്കുമ്പം ഒരേ ഒരു ഫ്ലേവർ ആയിരിക്കില്ല. പക്ഷെ എപ്പോഴും നമ്മളുടെ കസ്റ്റമറെ ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുക. ഇപ്പം ഒരാൾക്ക് മധുരം ഇത്തിരി കുറക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ അതൊരു പോയിൻ്റായിട്ട് സ്വീകരിക്കാറുണ്ട്. യെസ്, നമ്മൾ നോക്കാം, അത് ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ പിറ്റേന്ന് തൊട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫീഡ്ബാക്കിൽ ആ ഒരു ഐറ്റത്തിന് സ്പെസിഫിക്കലി നമ്മൾ റിവ്യൂ എടുക്കും. അങ്ങനെ റിവ്യൂ എടുത്തിട്ട് ഓക്കെ അത് കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമ്മളത് അവിടെ നിർത്തും. ഇല്ലാന്നുണ്ട് ഒരു 2 പേര് 3 പേര് പറയുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ട ചേഞ്ചസ് ഉടൻ തന്നെ എടുക്കാറുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ ഇതുവരെ മിക്കവാറും ഹാപ്പി കസ്റ്റമേഴ്സ് ആയിരുന്നു. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി നിങ്ങൾ എപ്പോഴാണ് ദുബായിൽ തുടങ്ങാൻ പോകുന്നത്, എപ്പോഴാണ് റാസൽ കേപ്പ്. ഒരു ഫാമിലി ലാസ്റ്റ് വീക്ക് വന്നിട്ട് ചോദിച്ചത് എപ്പോഴാണ് നിങ്ങൾ ഫുജേറയിൽ തുടങ്ങാൻ വന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പം നമ്മുടെ ഒരു ബ്രാൻഡ് പല ഏരിയയിലേക്ക് പോകണം എന്ന് നാട്ടുകാർ ആഗ്രഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും നമ്മൾ എത്ര വർക്ക് ചെയ്താലും നമ്മൾ ബെസ്റ്റ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞ ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ബ്രാൻഡ് പല പല സ്ഥലത്ത് കാണുന്നതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ്. ഫ്യൂച്ചർ പ്ലാൻസിൽ തീർച്ചയായിട്ടും ഒരു കേറ്ററിംഗ് യൂണിറ്റും അതോടൊപ്പം ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്, എല്ലാവർക്കും നല്ല രീതിയിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റും ഒപ്പം കുറച്ച് കൗണ്ടേഴ്സുമാണ് നമ്മുടെ പ്ലാൻ. ഇൻഷാല്ല അപ്പോൾ വരുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ UAE അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ജുമാന കാണാൻ പറ്റും ഇൻഷാല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും സമയൻ്റെ അനുഭവങ്ങളും എൻ്റെ എന്താ പറയുക ഫാമിലി എന്നെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്തിരിയെങ്കിലും ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നാളെ ഒരു മെസ്സേജെങ്കിലും ഇൻഷാല്ല വരും. ഞാനും ചെറുതായിട്ടൊന്ന് ബിസിനസ് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു.